ഹായ്, പുതിയ വീട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് സൂര്യ അണ്ണൻ്റെ റെട്രോ. ഇപ്പം കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. കാർത്തിക് സുബ്രാജ് ഡയറക്ടർ റൈറ്റർ. ഈ കാർത്തിക് സുബ്രാജിൻ്റെ ഒരു ഫാൻ ആയെന്ന് പറഞ്ഞാൽ വിക്രത്തിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, മഹാൻ എന്നുള്ളത്. അതും ഇതേപോലെ ചെറിയ എൻ്റെ ട്രെയിലറൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഞാൻ ട്രെയിലർ കണ്ടിട്ട് ഒരു പ്രതീക്ഷയില്ലാതെ അന്ന് OTT റിലീസല്ലേ, OTT റിലീസ് കണ്ട് ഒരു ചെറിയ ഒരു 10 മിനിറ്റ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ ഇത് ഫുള്ള് കണ്ടാലേ അടങ്ങത്തുള്ളൂ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഫുള്ള് കണ്ട് അന്നേരം ഡയറക്ടറെ ശ്രദ്ധിച്ചതാണ് കാർത്തിക് സുബ്രാജ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പടമായിട്ട് വന്നത് ഏതാ, മഹാനായിരുന്നു. ഇപ്പം സൂര്യയായിട്ട് വന്നപ്പോൾ നല്ല പ്രതീക്ഷയോടെയാണ് ഈ ഒരു പടം പോയി കണ്ടത്. പിന്നെ സൂര്യ എന്ന് പറയുന്ന ഒരു ആക്ടർ ഏത് റോൾ കൊടുത്താലും അതിൻ്റെ ആ റോളിനകത്ത് പുള്ളിയുടെ ഒരു ആത്മാവിനെ തന്നെ കൊടുക്കും ആ ഒരു ആക്ടർ. പാളിപ്പോയെന്ന് പറഞ്ഞാൽ കൊരട്ടെ ശിവ പെരട്ടെ ശിവയുടെ ആ ഒരു പടം ഏതാ, കൺകൂവാ, ആ ഒരു പടം മാത്രമേ ഉള്ളൂ പാളിപ്പോയിട്ടുള്ളത്. ബാക്കിയെല്ലാം മോശം സ്ക്രിപ്റ്റ് ആണെങ്കിൽ തന്നെ പുള്ളിയുടെ ബെസ്റ്റ് പെർഫോമൻസ് സൂര്യ കൊടുക്കാറുണ്ട്. റെട്രോയിലോട്ട് വരുവാണെങ്കിൽ എനിക്ക് എങ്ങനെ എടുത്തെന്ന് പറഞ്ഞാൽ ഇതൊരു ആവറേജ് പടമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഇത് കങ്കുവയും വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു പടമാണ്. പക്ഷേ ആ പ്രതീക്ഷിച്ച് പോയ ഒരു കാർത്തിക് സുബ്രാജ് സാധനം, ആ ഒരു പരിപാടി എനിക്ക് ഒരു അങ്ങും ഇങ്ങുമൊക്കെ ആയിട്ട് കിട്ടി. ബാക്കിയെല്ലാം ഒരു ക്ലീശ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ഈ കാർത്തിക് സുബ്രാജനാണ് ചെയ്തേക്കുന്നത്. വളരെ മോശം പരിപാടികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഒരു 1960 തൊട്ടാണ് കഥ തുടങ്ങുന്നത്. അതിനകത്ത് വെച്ച് തുടങ്ങി പിന്നെ അതിനകത്ത് സൂര്യയുടെ കൊച്ചുനാളിലെ ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന ചെറുക്കൻ മുഖ സാദൃശ്യം വെച്ച് അതൊരു വിജയ് സേതുപതിയുടെ കൊച്ചുനാളിലായിട്ട് അഭിനയിക്കേണ്ട ഒരു ചെറുക്കൻ, ആ ഒരു പയ്യൻ്റെ കൂട്ട എനിക്ക് മുഖസാദൃശ്യം തോന്നിയത്. പക്ഷെ വളർന്നു കഴിഞ്ഞിട്ട് സൂര്യയുടെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ആ പയ്യൻ അത്യാവശ്യം പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, എങ്കിലും മുഖസാദൃശ്യമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് ഓരോ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ജോജുവിനെ കാണിക്കുന്നുണ്ട്, ജോജുവിൻ്റെ ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. പിന്നെ ജോജു ഒക്കെ ഇതിനകത്ത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തിനാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ജോജുവിനൊക്കെ അഴിഞ്ഞാടാൻ വിട്ട നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു ആക്ടർ. പക്ഷേ ഇതിനകത്ത് പുള്ളിക്ക് ഒരു ഇതായിട്ട് കൊടുത്തിട്ടില്ല. എന്നുവെച്ചാൽ ഒരു തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ടെങ്കിൽ ഒരു ബിൽഡില്ല, പുള്ളിക്ക് ഒരു ബിൽഡില്ല. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പൂജ ഖഡ്ജയുടെ പേരെന്ന് പറഞ്ഞത് രുക്മിണി തന്നെ. അപ്പോൾ ഇതിനകത്ത് പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ് പൂജ ഖഡ്ജ. പുള്ളിക്കാരി നല്ല രീതിയിൽ സ്പേസും കൊടുത്തിട്ടുണ്ട്. നല്ല എന്നുവെച്ചാൽ ഒരു നാടൻ ലുക്കിൽ വന്ന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സൂര്യയുടെ റോൾ എന്ന് പറഞ്ഞാൽ പാരി. പുള്ളിക്കാരൻ നല്ല എന്നുവെച്ചാൽ ഇവർ തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് സീനൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സൂര്യ എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് കിഡിലായിട്ട് ചെയ്യും. അത് നമുക്ക് സൂര്യയുടെ പഴയ സിനിമ കാണുമ്പോൾ അറിയാം. നമുക്കൊരു പുള്ളി കരയുന്നതായാലും സൂര്യ കരയുന്നതായാലും നമുക്കത് ഒരു കരയുന്നതായിട്ട് തോന്നും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളെ സൂര്യ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ അതിനകത്ത് ഞാൻ ഏറ്റവും പ്രതീക്ഷിച്ചോടെ പോയതാണ് ഇതിനകത്ത് ട്രെയിലർ നിങ്ങൾ കണ്ടു കാണുമല്ലോ. നിഴൽ വെച്ച് ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു സാധനം, നിഴൽ വെച്ച് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ഫൈറ്റ് ഇതിനകത്ത് 10-15 ഫൈറ്റ് ഉണ്ട്. പക്ഷേ ഈ ഫൈറ്റ് അവർ മറച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 1-2 തട്ടിയിട്ട് പിന്നെ അങ്ങോട്ട് വേറെ സീനൊക്കെ കാണിച്ചാൽ മറിച്ച് പോകുന്നുണ്ട്. മൊത്തത്തിൽ എനിക്ക് 1-2-3 ഫൈറ്റേ ഫുള്ള് കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് സൂര്യയുടെ ഒരു കല്യാണ സീൻ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഡയറക്ഷൻ്റെ മിസ്റ്റേക്ക് എന്തെന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ കല്യാണ സീനിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കുവാണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഒരു കുറച്ചെങ്കിലും ഡിസ്റ്റൻസ് ഇട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നോക്കണം. ഇപ്പം ഒരു സൈഡിൽ കുറേ പേര് നിൽക്കുവാണെങ്കിൽ അതനുസരിച്ച് ക്യാമറമാൻ ബാക്കിയിലോട്ട് നിന്നെടുക്കണം. അല്ലാതെ അവിടെ തന്നെ നിന്നിട്ട് അത് ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ മഹാ ബോർ. അതിൽ അഭിനയമായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ. പിന്നെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കഴിക്കുന്ന അവിടെ വെച്ചൊരു ഫൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഇല ഇടുന്ന കുറച്ച് സീനുണ്ട്. അവരുടെ അടുത്ത് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇല നിങ്ങൾ ഇട്ടോളെ. ജൂനിയർ ആർട്ടിസ്റ്റ് ചുമ്മാ കസേര ഇല്ലാത്തടുത്തൊക്കെ കൊണ്ടുപോയി ഇല ഇട്ട് വെക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. ചുമ്മാ കൊണ്ടുപോയി ഇല ഇട്ട് വെച്ചേക്കുക. അതൊക്കെ ഒരു മിസ്റ്റേക്കായിട്ടായിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പാളി പോകുന്നതാണ്, കയ്യിൽ നിന്ന് പോകുന്നതാണ് ചിലതൊക്കെ. പിന്നെ അത് സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് നല്ല കീഴിലെ കാർത്തിക് സുബ്രാജിൻ്റെ സിനിമ ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും. നല്ല രീതിയിൽ മ്യൂസിക് കൊണ്ട് പണിയെടുപ്പിക്കും. ഇതിനകത്തും അതേപോലെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ആ ഒരു മൗത്ത് ഓർഗൻ അതേപോലത്തെ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അത് പുള്ളിയുടെ മാസ്റ്റർ പീസ്. ഇതിനകത്ത് അത് കാണിക്കുന്നുണ്ട്. അത് വെച്ച് ഇമോഷനൊക്കെ പുള്ളി സന്തോഷ് നാരായണൻ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പം ഒരു ഓടിച്ചു പോകുന്ന ഒരു എല്ലാം ബിൽഡ് ചെയ്ത് വെക്കണ്ടേ. എന്ന് വെച്ചാൽ ആ ബിൽഡ് ചെയ്ത് വെച്ചത് കിട്ടുന്നത് സെക്കൻഡ് ഹാഫിലോട്ടായിരിക്കും. അതായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ സൂര്യ പിന്നെ നിങ്ങൾ പുലി കണ്ടു കാണുമല്ലോ, പുലിയുടെ ഒരു തീം ഉണ്ടല്ലോ, അതായത് വിജയുടെ ഡിസാസ്റ്റർ മൂവി. അതിനകത്തൊരു തീം ഏകദേശം അതിൻ്റെയും ബാഹുബലിയുടെയൊക്കെ ഒരു തീം ഏകദേശം പുള്ളി ഒന്ന് എടുത്ത് വേറൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി എടുത്തായിട്ട് ഈ റെട്രോയുടെ സീൻ തോന്നിയത്. നമുക്ക് ഇതിനകത്ത് കാണുമ്പോൾ അറിയാം. പിന്നെ കുറച്ചൊക്കെ ഒരു ഗെയിമിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഫൈറ്റൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ പരിപാടി ക്ലീശയാണ്. പിന്നെ അത് ജയറാമുണ്ട്. ജയറാമിനെ ഇതിനകത്ത് കുളവാക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ കോമഡി പറയുന്നുണ്ട്, അത് ചില ഇടത്തൊക്കെ നല്ല രീതിയിൽ വർക്കുമായിട്ടുണ്ട്. നേരത്തെ സിനിമയുടെ അത്രയും വെച്ച് എനിക്ക് വലിയ രീതിയിൽ കുളവാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിനകത്ത് ശ്രേയ ശരൺ വരുന്നുണ്ട്. ശ്രേയ ഒരു
സോങ്ങിനകത്താണ് കാണിക്കുന്നത്. എന്തിനാ ആവശ്യം എന്ന് പറഞ്ഞാൽ പടം കിട്ടാതെ ചൊറിയും കുത്തി വീട്ടിൽ ഇരുന്ന ശ്രേയെ കൊണ്ടുവന്ന് ഇന്നത്തെ വേറെ എത്രയോ ആക്ട്രസ്മാരുണ്ട് നല്ലോണം ഡാൻസ് ചെയ്യുന്നതൊക്കെ, ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു സോങ്ങിൻ്റെ ആവശ്യം അവിടെ ഇല്ലെന്ന് തോന്നി. പിന്നെ കുറച്ച് ഫൈറ്റ് ഒക്കെ ഉണ്ട്. ഫൈറ്റൊക്കെ സൂര്യയുടെ പെർഫോമൻസ് കൊള്ളാം, പക്ഷേ ഒരു എന്ത് പറയുന്നത്, ഒരു ഞാൻ പ്രതീക്ഷിച്ച പോയ ഒരു സൂര്യ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അത് നാസറും പിന്നെ വേറെ ഒരാൾ പേരെനിക്കറിയത്തില്ല, അയാളുമാണ് വില്ലനായിട്ട് വന്നിരിക്കുന്നത്. നാസറിനെ അവസാനം എന്തായാലും വില്ലനാകുമ്പം അവസാനം നേർക്ക് നിൽക്കുന്ന ഒരു സീൻ വേണമല്ലോ, അത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നാസറിന് വയ്യാതായിട്ട് വേറെ എങ്ങാണ്ട് വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ആ നാസറിനെ കൊണ്ടുവന്ന് സൂര്യയും നാസറും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല ഈ ഷൂട്ടിങ്. ഞാൻ ഉറപ്പ് പറയാം, സൂര്യയും നാസറും തമ്മിൽ ഷൂട്ടിങ് കണ്ടുമുട്ടിയിട്ടില്ല. ഇവരെ വേറെ എങ്ങാണ്ട് നാസറിൻ്റെ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ സൂര്യൻ നിൽക്കുന്നിടത്ത് വെട്ടിക്കയറ്റേണ്ടി വിട്ടു. അവസാനം കാണുന്ന സീനൊക്കെ എന്തോ ബോറായിട്ടാണ് തോന്നിയേക്കുന്നത്. ആ വെടിവെച്ച് സോറി അത് സ്പോയിലറാണ് ഈ ശ്രമിച്ചേക്ക്, ആ സീനൊക്കെ വെറും ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. നേരെ വെട്ടിക്കയറ്റേണ്ടി വിട്ടു, നാസറിനെ കയറ്റിയേക്കുന്ന വിട്ട് തോന്നി, ബോർ സീൻ. പിന്നെ അതിനകത്ത് പൂജ കഴിച്ച് നല്ല രീതി വന്നിട്ടുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ, ഞാൻ പ്രതീക്ഷിച്ച് പോയ സൂര്യയെ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇത് കട്ട സൂര്യ ഫാൻസിനും ഇത് എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ നെഗറ്റീവ് പറഞ്ഞില്ല, എനിക്ക് ചിലപ്പോൾ ഇതുപോലൊന്നും ആയിരിക്കത്തില്ല ചിലർക്ക് നല്ല ഹെവി പോസിറ്റീവ് കിട്ടുമായിരിക്കും. എനിക്ക് തോന്നിയത് ഇത്രയാണ്. ഞാൻ പ്രതീക്ഷിച്ച് പോയ ഒരു സൂര്യ എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു ആവറേജ് പടം. കാർത്തിക് സുബ്ബരാജ് സൂര്യയുടെ ഒരു ഡേറ്റ് കിട്ടിയപ്പം സൂര്യ ചെയ്ത് കൊടുത്ത ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്ക് ഈ ഒരു പടം ഓടണമെന്ന് ആഗ്രഹമുണ്ട്, ഓടണേന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ.